ഹിസ്റ്ററി ടിപ്സിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സതീഷ് ചന്ദ്രയുടെ മിഡീവൽ ഇന്ത്യയിൽ ഒന്നാമത്തെ ചാപ്റ്ററാണ് നമ്മൾ നോക്കുന്നത്. അതിൽ നമ്മൾ യൂറോപ്പിനെ കുറിച്ചും അറബ് ലോകത്തെക്കുറിച്ചും അതുപോലെ ജന്മിത്വത്തെക്കുറിച്ചും ഒക്കെ പറഞ്ഞു കഴിഞ്ഞു. ഇനി മധ്യകാലഘട്ടത്തിലെ ആഫ്രിക്കയിലുള്ള അവസ്ഥയെക്കുറിച്ചാണ് ഇനി പറയാനുള്ളത്. ഹിന്ദു സമുദ്രത്തിലെയും മധ്യപൂർവ്വ ഏഷ്യയിലെയും വ്യാപാരങ്ങളിലേക്ക് ആഫ്രിക്കയെ സജീവമായി കൊണ്ടുവന്നത് അറബികളായിരുന്നു. ഹിന്ദു സമുദ്രത്തിലെയും മധ്യപൂർവ്വ ഏഷ്യയിലെയും വ്യാപാരങ്ങളിലേക്ക് ആഫ്രിക്കയെ സജീവമായിട്ട് കൊണ്ടുവന്നത് ആരാണ്? അറബികളാണ്. അപ്പോൾ ആഫ്രിക്കയുടെ കിഴക്കൻ തീരത്തെ അറബികളുടെ കുടിയേറ്റവും വ്യാപാരവും വ്യാപിച്ച് മാലിന്തി, സാൻഡിബാർ മുതലായ നാടുകൾ വരെ എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആഫ്രിക്കയുടെ കിഴക്കൻ തീരത്തെ അറബികളുടെ കുടിയേറ്റവും വ്യാപാരവും വ്യാപിച്ചിട്ട് മാലിന്തി, സാൻസിബാർ മുതലായ നാടുകൾ വരെ എത്തി. അപ്പോൾ അറബികളുടെ വ്യാപാരത്തിൽ നിന്നും സ്വർണം, ആനക്കൊമ്പ് എന്നിവയോടൊപ്പം പശ്ചിമേഷ്യയിലേക്കും വടക്കൻ ആഫ്രിക്കയിലേക്കും ധാരാളം അടിമകളെ കയറ്റുമതി ചെയ്യുന്നതും ഉൾപ്പെട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആഫ്രിക്കയിലെ എത്യോപ്യ എന്ന രാജ്യം ശക്തമായി ദീർഘകാലം നിലനിന്നുവെന്ന് മാത്രമല്ല, വളരെയധികം പട്ടണങ്ങളും ഉണ്ടായിരുന്നു. അപ്പോൾ ഇന്ത്യൻ മഹാസമുദ്രത്തിലൂടെ ആദൻ വഴി ഇന്ത്യയുമായുള്ള വ്യാപാരത്തിൽ എത്യോപ്യക്കാർ പങ്കാളികളായിരുന്നു. അപ്പോൾ ഹബഷീസ് എന്ന് വിളിച്ചിരുന്ന എത്യോപ്യക്കാർ ക്രിസ്ത്യാനികളായിരുന്നു. ഹിന്ദു സമുദ്രത്തിലെ ബൈസന്റൈൻ സാമ്രാജ്യവുമായി ഇവർക്ക് അടുത്ത ബന്ധമുണ്ടായിരുന്നു. 14-ാം നൂറ്റാണ്ടിൽ തുർക്കികളുടെ, അതായത് ഒട്ടോമൻസിൻ്റെ വളർച്ചയോടുകൂടി ബൈസന്റൈൻ സാമ്രാജ്യം തകർന്നപ്പോൾ എത്യോപ്യയുടെ സാമ്പത്തിക വ്യാപാര നിലയും തളർന്നു. അപ്പോൾ ഹിന്ദു സമുദ്രത്തിലെയും മധ്യപൂർവ്വ ഏഷ്യയിലെയും വ്യാപാരങ്ങളിലേക്ക് ആഫ്രിക്കയെ സജീവമായി കൊണ്ടുവന്നത് ആരായിരുന്നു? അറബികളായിരുന്നു. അപ്പോൾ ആഫ്രിക്കയുടെ കിഴക്കൻ തീരത്തെ അറബികളുടെ കുടിയേറ്റവും വ്യാപാരവും വ്യാപിച്ച് മാലിന്തി, സാൻസിബാർ മുതലായ നാടുകൾ വരെ എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അറബികളുടെ വ്യാപാരത്തിൽ സ്വർണം, ആനക്കൊമ്പ് എന്നിവയോടൊപ്പം പശ്ചിമേഷ്യയിലേക്കും വടക്കൻ ആഫ്രിക്കയിലേക്കും ധാരാളം അടിമകളെ കയറ്റുമതി ചെയ്യുന്നതും ഉൾപ്പെട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആഫ്രിക്കയിലെ എത്യോപ്യ എന്ന രാജ്യം ശക്തമായി ദീർഘകാലം നിലനിന്നുവെന്ന് മാത്രമല്ല, വളരെയധികം പട്ടണങ്ങളും ഉണ്ടായിരുന്നു. ഇപ്പോൾ ഇന്ത്യൻ മഹാസമുദ്രത്തിലൂടെ ആദൻ വഴി ഇന്ത്യയുമായുള്ള വ്യാപാരത്തിൽ എത്യോപ്യക്കാർ പങ്കാളികളായിട്ടുണ്ടായിരുന്നു. ഹബഷീസ് എന്ന് വിളിച്ചിരുന്നു ആരെ? എത്യോപ്യക്കാരെ. ഇവർ ക്രിസ്ത്യാനികളായിരുന്നു. അപ്പോൾ ഹിന്ദു സമുദായത്തിലെ ബൈസാന്റിയൻ സാമ്രാജ്യവുമായി ഇവർക്ക് അടുത്ത ബന്ധമുണ്ടായിരുന്നു. അപ്പം 14-ാം നൂറ്റാണ്ടിൽ തുർക്കികളുടെ അഥവാ ഒട്ടോമൻസിൻ്റെ വളർച്ചയോടുകൂടി ബൈസാന്റിയൻ സാമ്രാജ്യം തകർന്ന സമയത്ത് എത്യോപ്യയുടെ സാമ്പത്തിക വ്യാപാര നിലയും തകർന്നു. ഇനി നമുക്ക് പറയാനുള്ളത് പൂർവേഷ്യയും ദക്ഷിണ പൂർവേഷ്യയും മധ്യകാലഘട്ടത്തിൽ എങ്ങനെയായിരുന്നു എന്നുള്ളതാണ്. തങ് വാഴ്ചയ്ക്ക് കീഴിൽ 8-9 നൂറ്റാണ്ടുകളിൽ ചീന സമൂഹവും സംസ്കാരവും പരമോന്നതിയിലെത്തി. തങ് വാഴ്ചയ്ക്ക് കീഴിൽ 8-9 നൂറ്റാണ്ടുകളിൽ ചീന സമൂഹം സംസ്കാരത്തിൻ്റെ അല്ലെങ്കിൽ അതിൻ്റെ സാമൂഹിക ഉന്നമനത്തിൻ്റെ പരമോന്നതിയിലെത്തി. അപ്പം കഷ്ഗാർ ഉൾപ്പെടെ മധ്യ ഏഷ്യയിലെ സിങ് കിയാങ്ങിൻ്റെ ഭൂരിഭാഗം പ്രദേശങ്ങളിലും തങ് ഭരണാധികാരികൾ അവരുടെ അധികാരം വ്യാപിപ്പിച്ചു. അപ്പോൾ കഷ്ഗാർ ഉൾപ്പെടെയുള്ള മധ്യ ഏഷ്യയിലെ സിങ് കിയാങ്ങിൻ്റെ ഭൂരിഭാഗം പ്രദേശങ്ങളിലും തങ് ഭരണാധികാരികൾ അവരുടെ അധികാരം വ്യാപിപ്പിച്ചു. പട്ടുപാത അഥവാ സിൽക്ക് റോഡ് വഴിയുള്ള വിദേശ വ്യാപാരത്തിന് ഇത് പ്രോത്സാഹനമായിട്ട് മാറി. അപ്പം പട്ടിന് പുറമെ ഉന്നത ഗുണനിലവാരമുള്ള അക്കിക്കല്ല്, അതായത് ജെയ്ഡ് എന്ന് പറഞ്ഞ ഒരു തരം കല്ലാണ്, ഒരു തരം രത്നക്കല്ലാണ്. ഈ കല്ലിൽ തീർത്ത ചീന പിഞ്ഞാണങ്ങൾ ഈ ഒരു പാത വഴി പശ്ചിമേഷ്യയിലേക്കും യൂറോപ്പിലേക്കും കയറ്റുമതി ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ വിദേശ വ്യാപാരികൾക്ക് ചൈനയിൽ നല്ല സ്വീകരണം ലഭിച്ചിട്ടുണ്ടായിരുന്നു. അറബികളും പേർഷ്യക്കാരും ഇന്ത്യക്കാരും അടക്കം പലരും കടൽ കടന്ന് തെക്കൻ ചൈനയിലെത്തി കാൻഡനിൽ താമസമാക്കിയിട്ടുണ്ട്. അപ്പോൾ നമ്മളെന്താ പറഞ്ഞത്? തങ് വാഴ്ചയ്ക്ക് കീഴിൽ 8-9 നൂറ്റാണ്ടുകളിൽ, അപ്പം 8-9 നൂറ്റാണ്ടുകളിലുള്ള രാജവംശം തങ് ആയിരുന്നു. ആ കാലഘട്ടത്തിൽ ചൈനയിലെ സമൂഹവും സംസ്കാരവും അതിൻ്റെ ടോപ്പിലെത്തി. കഷ്ഗാർ ഉൾപ്പെടെ മധ്യ ഏഷ്യയിലെ സിങ് കിയാങ്ങിൻ്റെ ഭൂരിഭാഗം പ്രദേശങ്ങളിലും തങ് ഭരണാധികാരികൾ അവരുടെ അധികാരം വ്യാപിപ്പിച്ചു. പട്ടുപാത അഥവാ സിൽക്ക് റോഡ് വഴിയുള്ള വിദേശ വ്യാപാരത്തിന് ഇത് പ്രോത്സാഹനമായി മാറി. പട്ടിന് പുറമെ ഉന്നത ഗുണനിലവാരമുള്ള അക്കിക്കല്ലിൽ, അതായത് ജെയ്ഡ് എന്ന് പറഞ്ഞ ഒരുതരം രത്നക്കല്ലിൽ തീർത്ത ചീന പിഞ്ഞാണങ്ങൾ ഈ പാത വഴി പശ്ചിമേഷ്യയിലേക്കും യൂറോപ്പിലേക്കും കയറ്റുമതി ചെയ്തു. വിദേശ
വിദേശ വ്യാപാരികൾക്ക് ചൈനയിൽ നല്ല സ്വീകരണം ലഭിച്ചു. അറബികളും പേർഷ്യക്കാരും ഇന്ത്യക്കാരും അടക്കം പലരും കടൽ കടന്ന് തെക്കൻ ചൈനയിലെത്തി കാന്റണിൽ താമസമാക്കി. 9-ാം നൂറ്റാണ്ടിൻ്റെ മധ്യത്തോടെ തങ് സാമ്രാജ്യം തകരുകയും 10-ാം നൂറ്റാണ്ടിൽ മറ്റൊരു രാജവംശം ഉദയം ചെയ്യുകയും ചെയ്തു. അതാണ് സങ് രാജവംശം. അപ്പം 100ഓളം വർഷം ചൈന ഭരിക്കുകയും ചെയ്തു. അവരുടെ വർദ്ധിച്ചു വരുന്ന ദൗർബല്യങ്ങൾ 13-ാം നൂറ്റാണ്ടിൽ മംഗോളിയൻ വംശജർക്ക് ചൈന കീഴടക്കാൻ അവസരമൊരുക്കി കൊടുത്തു. അപ്പം മംഗോളിയരാണ് ഇവിടെ ആധിപത്യം സ്ഥാപിക്കുന്നത്. അങ്ങനെ മംഗോളിയർ ചൈനയിൽ ധാരാളം മരണങ്ങൾക്കും നാശത്തിനും കാരണമായി. എന്നാൽ പൂർണ്ണ അച്ചടക്കമുള്ള അശ്വസൈന്യത്തിൻ്റെ സഹായത്തോടു കൂടി ഈ മംഗോളിയർ ഉത്തര ദക്ഷിണ ചൈനകളെ സംയോജിപ്പിച്ചു നിർത്തി. കുറേ കാലത്തേക്കെങ്കിലും ടോങ്കിനും, അതായത് ഉത്തര വിയറ്റ്നാമും അന്നാം അഥവാ ദക്ഷിണ വിയറ്റ്നാമും തങ്ങളുടെ നിയന്ത്രണത്തിലാക്കാൻ ആർക്ക് സാധിച്ചു? മംഗോളിയർക്ക് സാധിച്ചു. വടക്ക് കൊറിയയും അവർ കീഴടക്കി. അങ്ങനെ പൂർവേഷ്യയിലെ ഏറ്റവും വലിയ സാമ്രാജ്യങ്ങളിലൊന്ന് സ്ഥാപിക്കാൻ ആർക്ക് സാധിച്ചു? മംഗോളിയർക്ക് സാധിച്ചു. ചൈനയിലെ മംഗോളിയൻ ഭരണാധികാരികളിൽ ഏറ്റവും പ്രധാനിയായ കുബ്ലേ ഖാന്റെ രാജധാനിയിൽ വളരെ കാലം ചെലവഴിച്ച വെനീഷ്യൻ സഞ്ചാരിയായ മാർക്കോ പോളോ അദ്ദേഹത്തിൻ്റെ രാജസദസ്സിനെ കുറിച്ച് വിപുലമായ വിശദീകരണം നൽകുന്നുണ്ട്. ചൈനയിലെ മംഗോളിയൻ ഭരണാധികാരികളിൽ ഏറ്റവും പ്രധാനിയായ കുബ്ലേ ഖാന്റെ രാജധാനിയിൽ വളരെ കാലം ചെലവഴിച്ച വെനീഷ്യൻ സഞ്ചാരിയായ മാർക്കോ പോളോ അദ്ദേഹത്തിൻ്റെ രാജസദസ്സിനെ കുറിച്ച് വിപുലമായ വിശദീകരണം നൽകിയിട്ടുണ്ട്. അപ്പോൾ കടൽ വഴി ഇറ്റലിയിലേക്ക് മടങ്ങിയ മാർക്കോ പോളോ ഇന്ത്യയിലെ മലബാറും സന്ദർശിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ലോകത്തിൻ്റെ വിവിധ പ്രദേശങ്ങൾ തമ്മിലുള്ള അടുപ്പം വർദ്ധിക്കുകയും അവരുടെ വ്യാപാര സാംസ്കാരിക ബന്ധങ്ങൾക്ക് ആക്കം കൂടുകയും ചെയ്തു. ചൈനയിലെ മംഗോളൻ ഭരണാധികാരിൽ ഏറ്റവും പ്രധാനിയായ കുബ്ലേ ഖാന്റെ രാജധാനിയിൽ വളരെ കാലം ചെലവഴിച്ച ആളായിരുന്നു അത് വെനീഷ്യൻ സഞ്ചാരിയായ മാർക്കോ പോളോ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ രാജസദസ്സിനെ കുറിച്ച് വിപുലമായിട്ട് അദ്ദേഹം വിശദീകരിക്കുന്നുണ്ട്. കടൽ വഴി ഇറ്റലിയിലേക്ക് മടങ്ങിയ മാർക്കോ പോളോ ഇന്ത്യയിലെ മലബാറും സന്ദർശിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ലോകത്തിൻ്റെ വിവിധ പ്രദേശങ്ങൾ തമ്മിലുള്ള അടുപ്പം വർദ്ധിക്കുകയും അവരുടെ വ്യാപാര സാംസ്കാരിക ബന്ധങ്ങൾക്ക് ആക്കം കൂടുകയും ചെയ്തു. ഇനി ദക്ഷിണ പൂർവേഷ്യയിലെ രാജ്യങ്ങൾക്ക് ചില ചീന ഭരണാധികാരികളുടെ അധികാരക്കൊതി നേടേണ്ടി വന്നിട്ടുണ്ട്. ഈ കാലത്ത് ചൈന ശക്തമായ നാവികസേന രൂപപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. എന്നാൽ ഈ കാലഘട്ടത്തിൻ്റെ ഭൂരിഭാഗം സമയവും ദക്ഷിണ പൂർവേഷ്യൻ രാഷ്ട്രങ്ങൾ സ്വതന്ത്രമായി നിലനിന്നു. ഇക്കാലത്ത് അഭിവൃദ്ധി പ്രാപിച്ച 2 സാമ്രാജ്യങ്ങൾ ശൈലേന്ദ്ര സാമ്രാജ്യവും കാംബൂജ സാമ്രാജ്യവുമായിരുന്നു. അപ്പോൾ ദക്ഷിണ പൂർവ്വ ഏഷ്യയിലെ രാജ്യങ്ങൾക്ക് ചില ചീന ഭരണാധികാരികളുടെ അധികാരക്കൊതി നേരിടേണ്ടി വന്നു. ഈ കാലത്ത് ചൈന ശക്തമായ നാവികസേന രൂപപ്പെടുത്തി. എന്നാൽ ഈ കാലഘട്ടത്തിൻ്റെ ഭൂരിഭാഗം സമയവും ദക്ഷിണ പൂർവേഷ്യൻ രാഷ്ട്രങ്ങൾ സ്വതന്ത്രമായിട്ട് നിലനിന്നു. ഇക്കാലത്ത് അഭിവൃദ്ധി പ്രാപിച്ച 2 സാമ്രാജ്യങ്ങൾ ശൈലേന്ദ്ര സാമ്രാജ്യവും കാംബൂജ സാമ്രാജ്യവുമായിരുന്നു. അപ്പോൾ 7-ാം നൂറ്റാണ്ടിൽ രൂപപ്പെട്ട ശൈലേന്ദ്ര സാമ്രാജ്യം ശ്രീ വിജയ സാമ്രാജ്യത്തെ മിക്കവാറും ഇല്ലായ്മ ചെയ്യുകയും 10-ാം നൂറ്റാണ്ട് വരെ പ്രബലമായി നിലനിൽക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ 7-ാം നൂറ്റാണ്ടിലാണ് ഏത് സാമ്രാജ്യം രൂപപ്പെട്ടത്? ശൈലേന്ദ്ര സാമ്രാജ്യം രൂപപ്പെട്ടത്. ശ്രീ വിജയ സാമ്രാജ്യത്തെ മിക്കവാറും അവരില്ലാതാക്കി 10-ാം നൂറ്റാണ്ട് വരെ പ്രബലമായിട്ട് നിലനിൽക്കുകയും ചെയ്തു. അതിന് ഉന്നതിയുടെ കാലത്ത് സുമാത്ര, ജാവ, മലയ ഉപദ്വീപ്, സിയാമിൻ്റെ അഥവാ ആധുനിക തായ്ലൻഡിൻ്റെ ഭാഗങ്ങൾ, ഫിലിപ്പൈൻസ് എന്നിവ ഈ സാമ്രാജ്യത്തിൻ്റെ ഭാഗമായിരുന്നു. സാമ്രാജ്യം അത്രയും വിസ്തൃതമായിരുന്നത് കൊണ്ട് ഏറ്റവും വേഗമേറിയ യാനത്തിന് പോലും സാമ്രാജ്യം ചുറ്റി വരാൻ 2 വർഷം വേണ്ടി വരുന്നു. അത് അത്രത്തോളം വിശാലമായ ഒരു സാമ്രാജ്യമായിരുന്നു ഉണ്ടായിരുന്നതെന്ന് നമുക്ക് അന്നത്തെ 9-ാം നൂറ്റാണ്ടിലെ ഒരു അറബി എഴുത്തുകാരൻ എഴുതുന്നുണ്ട്. അപ്പോൾ ശൈലേന്ദ്ര സാമ്രാജ്യത്തിന് ശക്തമായ നാവികസേന ഉണ്ടായിരുന്നത് കൊണ്ട് ചൈനയിലേക്കുള്ള കപ്പൽ വ്യാപാരം നിയന്ത്രിച്ചിരുന്നത് ആരായിരുന്നു? അവരായിരുന്നു. അപ്പോൾ ദക്ഷിണേന്ത്യയിലെ പല്ലവ സാമ്രാജ്യത്തിനും ശക്തമായ നാവികസേന ഉണ്ടായിരുന്നു. ഈ പ്രദേശത്തെ രാജ്യങ്ങളുമായും ഇന്ത്യക്ക് അടുത്ത വ്യാപാര സാംസ്കാരിക ബന്ധങ്ങൾ ഉണ്ടായിരുന്നു. അപ്പോൾ 7-ാം നൂറ്റാണ്ടിൽ രൂപപ്പെട്ട ഒരു സാമ്രാജ്യമാണ് ഇത് ശൈലേന്ദ്ര സാമ്രാജ്യം. ഇത് ശ്രീ വിജയ സാമ്രാജ്യത്തെ മിക്കവാറും ഇല്ലായ്മ ചെയ്തിട്ട് 10-ാം നൂറ്റാണ്ട് വരെ പ്രബലമായി നിലനിന്നു. അതിൻ്റെ ഉന്നതിയുടെ കാലത്ത് സുമാത്ര, ജാവ, മലയ ഉപദ്വീപ്, സിയാമിൻ്റെ അഥവാ ആധുനിക തായ്ലൻഡിൻ്റെ ഭാഗങ്ങൾ, ഫിലിപ്പൈൻസ് എന്നിവ ഈ സാമ്രാജ്യത്തിൻ്റെ ഭാഗങ്ങളായിരുന്നു. അപ്പോൾ സാമ്രാജ്യം അത്രയും വിസ്തൃതമായിരുന്നത് കൊണ്ട് ഏറ്റവും വേഗമേറിയ യാനത്തിന് പോലും സാമ്രാജ്യം ചുറ്റി വരാൻ 2 വർഷം വേണ്ടി വന്നിരുന്നുവെന്ന് അന്നത്തെ ഒരു അറബ് എഴുത്തുകാരൻ എഴുതുന്നുണ്ട്. അപ്പോൾ അത്രത്തോളം വിശാലമായ സാമ്രാജ്യമായിരുന്നു നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ ശൈലേന്ദ്ര സാമ്രാജ്യത്തിൻ്റെ ശക്തമായ നാവികസേന ഉണ്ടായിരുന്നത് കൊണ്ട് ചൈനയിലേക്കുള്ള കപ്പൽ വ്യാപാരം നിയന്ത്രിച്ചിരുന്നത് ആരായിരുന്നു? ശൈലേന്ദ്ര സാമ്രാജ്യത്തിലെ ഭരണാധികാരികൾ ആയിരുന്നു. ദക്ഷിണേന്ത്യയിലെ
പല്ലവ സാമ്രാജ്യത്തിനും ശക്തമായ നാവികസേന ഉണ്ടായിരുന്നു. ഈ പ്രദേശത്തെ രാജ്യങ്ങളുമായും ഇന്ത്യക്ക് അടുത്ത വ്യാപാര സാംസ്കാരിക ബന്ധങ്ങൾ ഉണ്ടായിരുന്നു. അപ്പോൾ സംസ്കൃതത്തിൻ്റെയും ബുദ്ധമതത്തിൻ്റെയും പഠന കേന്ദ്രമായിരുന്ന സുമാത്രയിലെ പാംബ്ലേബാബ് ആയിരുന്നു സാമ്രാജ്യത്തിൻ്റെ തലസ്ഥാനം. പല ഇന്ത്യൻ ചൈനീസ് പണ്ഡിതരും ഇവിടെ സന്ദർശിച്ചിട്ടുണ്ടായിരുന്നു. ഈ കാലത്ത് ഭരണാധിപന്മാർ മനോഹരമായ പല ക്ഷേത്രങ്ങളും പണികഴിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഇതിലേറ്റവും പ്രശസ്തമായത് ബറോബോഡയിലെ ബുദ്ധക്ഷേത്രമാണ്. ഒരു സ്തൂപത്തെ ചുറ്റി നിൽക്കുന്ന 9 മണ്ഡപങ്ങളായി രൂപപ്പെടുത്തിയ ഒറ്റ മലയായിരുന്നു ഈ ബുദ്ധക്ഷേത്രങ്ങൾ. ഇതിലേറ്റവും അതായത് സംസ്കൃതത്തിൻ്റെയും ബുദ്ധമതത്തിൻ്റെയും പഠന കേന്ദ്രമായിരുന്ന സുമാത്രയിലെ പാംബ്ലേബാങ് ആയിരുന്നു സാമ്രാജ്യത്തിൻ്റെ തലസ്ഥാനം. പല ഇന്ത്യൻ ചൈനീസ് പണ്ഡിതരും ഇവിടെ സന്ദർശിച്ചിട്ടുണ്ട്. ഈ കാലത്ത് ഭരണാധിപന്മാർ മനോഹരമായ പല ക്ഷേത്രങ്ങളും പണികഴിപ്പിച്ചിട്ടുണ്ട്. ഇതിലേറ്റവും പ്രശസ്തമായത് ബറോബോഡയിലെ ബുദ്ധക്ഷേത്രമാണ്. ഒരു സ്തൂപത്തെ ചുറ്റി നിൽക്കുന്ന 9 മണ്ഡപങ്ങളായി രൂപപ്പെടുത്തിയ ഒറ്റ മലയാണ് ഇത്. അപ്പോൾ രാമായണവും മഹാഭാരതവും പോലുള്ള ഭാരതീയ ഇതിഹാസങ്ങളാണ് സാഹിത്യത്തിനും നാടൻകലകൾക്കും പാവക്കൂത്തിനും മുഖ്യ വിഷയമായി മാറിയത്. അപ്പോൾ കാംബൂജ സാമ്രാജ്യം കംബോഡിയയിലേക്കും അന്നാമിലേക്കും അതായത് തെക്കൻ വിയറ്റ്നാമിലേക്കും വ്യാപിച്ച് ഈ പ്രദേശത്ത് മുമ്പ് ആധിപത്യം പുലർത്തിയിരുന്ന ഹൈന്ദവ ഫുനാൻ സാമ്രാജ്യത്തെ പരാജയപ്പെടുത്തി. കാംബൂജ സാമ്രാജ്യം കംബോഡിയയിലേക്കും അന്നാമിലേക്കും അഥവാ തെക്കൻ വിയറ്റ്നാമിലേക്കും വ്യാപിച്ച് ഈ പ്രദേശത്ത് മുമ്പ് ആധിപത്യം പുലർത്തിയിരുന്ന ഹൈന്ദവ ഫുനാൻ സാമ്രാജ്യത്തെ പരാജയപ്പെടുത്തി. കാംബൂജ സാമ്രാജ്യം 15-ാം നൂറ്റാണ്ട് വരെ പ്രബലമായി നിലനിൽക്കുകയും ഉന്നതമായ സാംസ്കാരിക പുരോഗതിയും സമ്പൽ സമൃദ്ധിയും സാധ്യമാക്കുകയും ചെയ്തു. കംബോഡിയയിലെ അങ്കോർ തോമിനടുത്തുള്ള ക്ഷേത്ര സമുച്ചയമാണ് ഇവരുടെ ഏറ്റവും മഹത്തായ നേട്ടമായിട്ട് പരിഗണിക്കപ്പെടുന്നത്. അപ്പം 10-ാം നൂറ്റാണ്ട് മുതലുള്ള എല്ലാ ഭരണാധിപന്മാരും അവരുടെ ഓർമ്മയ്ക്കായി ഇവിടെ ഓരോ ക്ഷേത്രങ്ങൾ പണികഴിപ്പിച്ചു. അവസാനം 3:2 ചതുരശ്ര കിലോമീറ്റർ വിസ്താരത്തിനുള്ളിൽ ഏതാണ്ട് 200 ക്ഷേത്രങ്ങൾ രൂപപ്പെട്ടു. ഇതിൽ ഏറ്റവും വലുത് അങ്കോർവത്തിലെ ക്ഷേത്രമാണ്. ഇതിന് 3 കിലോമീറ്റർ നീളമുള്ള കെട്ടിമറച്ച നടപ്പാതയുണ്ട്. ഇവയിൽ ദൈവങ്ങളുടെയും ദേവതമാരുടെയും അപ്സരസുകളുടെയും പ്രതിമകളും രാമായണത്തിൽ നിന്നും മഹാഭാരതത്തിൽ നിന്നുള്ള ദൃശ്യങ്ങൾ വിദഗ്ധമായി കൊത്തിവെച്ച ചിത്രപ്പലകകളുമുണ്ട്. അപ്പോൾ ഈ കെട്ടിടങ്ങളെല്ലാം പുറംലോകം പൂർണ്ണമായി മറയ്ക്കുകയും 1860 ഒരു ഫ്രഞ്ചുകാരൻ കണ്ടെത്തുന്നത് വരെ കാടെടുത്ത് കിടക്കുകയും ചെയ്തു. അപ്പോൾ ഇന്ത്യയിലെ ക്ഷേത്ര നിർമ്മാണം വ്യാപകമായി നടന്ന 10-ാം നൂറ്റാണ്ടിനും 12-ാം നൂറ്റാണ്ടിനും ഇടയിലുള്ള കാലഘട്ടത്തിലാണ് ഇവിടെയും ക്ഷേത്ര നിർമ്മാണം വ്യാപകമായി നടന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പം മലയാ ഉപദ്വീപിലെ തക്കാല തുറമുഖത്തെത്തിയ പല ഇന്ത്യൻ വണിക്കുകളും കരമാർഗം ചൈനയിലേക്ക് യാത്ര ചെയ്തു. പല ബ്രാഹ്മണരും ബുദ്ധ സന്യാസിമാരും അവിടെ താമസമാക്കി. ജന്മനാടായ ഇന്ത്യയിൽ ബുദ്ധമതം ക്ഷയിച്ചപ്പോൾ ദക്ഷിണ പൂർവേഷ്യയിൽ അതിൻ്റെ പ്രചാരം വർദ്ധിച്ചു. കാലക്രമേണ ഹിന്ദു ദൈവങ്ങളെ അവരെ സ്വന്തമാക്കുകയും ഹിന്ദു ക്ഷേത്രങ്ങൾ അവരെ കൈവശപ്പെടുത്തുകയും ചെയ്തു. അപ്പോൾ ഇന്ത്യയിൽ ഇതേ കാലത്ത് സംഭവിച്ചതിൻ്റെ എതിർ പ്രക്രിയയാണ് ഇവിടെ നടന്നിട്ടുള്ളത്. അപ്പോൾ നമ്മളിവിടെ പറഞ്ഞത് കാംബൂജ സാമ്രാജ്യം കംബോഡിയയിലേക്കും അന്നാമിലേക്കും അഥവാ തെക്കൻ വിയറ്റ്നാമിലേക്കും വ്യാപിച്ച് ഈ പ്രദേശത്ത് മുമ്പ് ആധിപത്യം പുലർത്തിയിരുന്ന ഹൈന്ദവ ഫുനാൻ സാമ്രാജ്യത്തെ പരാജയപ്പെടുത്തി. കാംബൂജ സാമ്രാജ്യം 15-ാം നൂറ്റാണ്ട് വരെ പ്രബലമായി നിലനിൽക്കുകയും ഉന്നതമായ സാംസ്കാരിക പുരോഗതിക്കും സമ്പൽ സമൃദ്ധിക്കും സാധ്യമാക്കുകയും ചെയ്തു. അപ്പോൾ കംബോഡിയയിലെ അങ്കോർ തോമിനടുത്തുള്ള ക്ഷേത്ര സമുച്ചയമാണ് ഇവരുടെ ഏറ്റവും മഹത്തായ നേട്ടമായിട്ട് പരിഗണിക്കപ്പെടുന്നത്. 10-ാം നൂറ്റാണ്ട് മുതലുള്ള എല്ലാ ഭരണാധിപന്മാരും അവരുടെ ഓർമ്മയ്ക്കായി ഇവിടെ ഓരോ ക്ഷേത്രങ്ങൾ പണികഴിച്ചു. അവസാനം 3:2 ചതുരശ്ര കിലോമീറ്റർ വിസ്താരത്തിനുള്ളിൽ ഏകദേശം 200 ക്ഷേത്രങ്ങൾ രൂപപ്പെട്ടു. ഇതിൽ ഏറ്റവും വലുത് അങ്കോർവത്തിലെ ക്ഷേത്രമാണ്. അതിന് 3 കിലോമീറ്റർ നീളമുള്ള കെട്ടിമറച്ച നടപ്പാതയുണ്ട്. ഇവയിലെ ദൈവങ്ങളുടെയും ദേവതമാരുടെയും അപ്സരസുകളുടെയും പ്രതിമകളും രാമായണത്തിൽ നിന്നും മഹാഭാരതത്തിൽ നിന്നുള്ള ദൃശ്യങ്ങൾ വിദഗ്ധമായി കൊത്തിവെച്ച ചിത്രപ്പലകകളുമുണ്ട്. ഈ കെട്ടിടങ്ങളെല്ലാം പുറം ലോകം പൂർണ്ണമായി മറയ്ക്കുകയും 1860 ഒരു ഫ്രഞ്ചുകാരനെ കണ്ടെടുത്തുന്നത് വരെ അത് കാടെടുത്ത് കിടക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഇന്ത്യയിൽ ക്ഷേത്ര നിർമ്മാണം വ്യാപകമായി നടന്ന 10-ാം നൂറ്റാണ്ടിനും 12-ാം നൂറ്റാണ്ടിനും ഇടയ്ക്കുള്ള കാലഘട്ടത്തിലാണ് ഇവിടെയും ക്ഷേത്ര നിർമ്മാണം വ്യാപകമായി നടന്നതെന്നത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പം മലയാ ഉപദ്വീപിലെ തക്കാല തുറമുഖത്തെത്തിയ പല ഇന്ത്യൻ വണിക്കുകളും കരമാർഗം ചൈനയിലേക്ക് യാത്ര ചെയ്തു. പല ബ്രാഹ്മണരും ബുദ്ധ സന്യാസിമാരും അവിടെ താമസമാക്കി. ജന്മനാടായ ഇന്ത്യയിൽ
ബുദ്ധമതം ക്ഷയിച്ചപ്പോൾ ദക്ഷിണ പൂർവ്വ ഏഷ്യയിൽ അതിന് പ്രചാരം വർദ്ധിച്ചു. കാലക്രമേണ ഹിന്ദു ദൈവങ്ങളെ അവർ സ്വന്തമാക്കുകയും ഹിന്ദു ക്ഷേത്രങ്ങൾ അവർ കൈവശപ്പെടുത്തുകയും ചെയ്തു. അപ്പോൾ ഇന്ത്യയിൽ ഇതേ കാലത്ത് സംഭവിച്ചതിൻ്റെ നേർവിപരീതമായിരുന്നു ഇത്. പാശ്ചാത്യ നാടുകൾ, ദക്ഷിണ പൂർവ്വ ഏഷ്യ, ചൈന, മഡഗാസ്കർ, ആഫ്രിക്കയുടെ കിഴക്കൻ തീരത്തെ രാജ്യങ്ങൾ എന്നിവയുമായി ഇന്ത്യക്ക് ശക്തമായ വ്യാപാര സാംസ്കാരിക ബന്ധങ്ങളുണ്ടായിരുന്നു. ഇന്ത്യയും പുറം രാജ്യങ്ങളും ചൈനയുമായുള്ള വ്യാപാരത്തിൽ ഒരു പാലമായിട്ട് പലപ്പോഴും ദക്ഷിണ പൂർവ്വ ഏഷ്യയിലെ രാജ്യങ്ങൾ വർത്തിച്ചു. ഇന്ത്യൻ നാഗരികതയുടെ ആഴത്തിലുള്ള സ്വാധീനം ഉണ്ടായിരുന്നെങ്കിലും വ്യത്യസ്തമായ ഒരു ഉന്നത സംസ്കാരം നേടാൻ അവർക്ക് കഴിഞ്ഞു. നേരത്തെ മുതൽ തന്നെ ഇന്ത്യയും ദക്ഷിണ പൂർവേഷ്യയിലെ രാജ്യങ്ങളുമായിട്ട് വ്യാപാരങ്ങൾ നടത്തിയിരുന്ന അറബികൾ അബ്ബാസിദ് സാമ്രാജ്യ സ്ഥാപനത്തോടു കൂടി കൂടുതൽ സജീവമായി തുടങ്ങി. എന്നാൽ ഇന്ത്യൻ വണിക്കുകൾക്കും പ്രചാരകർക്കും പകരമായില്ല അറബികളെന്നും മാത്രമല്ല, ഈ പ്രദേശത്തെ ജനങ്ങളെ ഇസ്ലാം മതത്തിലേക്ക് പരിവർത്തനം ചെയ്യാൻ അവർ പ്രത്യേക ശ്രമമൊന്നും നടത്തിയിട്ടില്ല. ഇന്നും ഈ രാജ്യങ്ങൾ നിലനിർത്തുന്ന വിപുലമായ മതസ്വാതന്ത്ര്യവും സഹിഷ്ണുതയും ഈ രാജ്യങ്ങളുടെ സവിശേഷതയായ സാംസ്കാരിക കൂടിച്ചേരലും അന്നും നിലനിന്നിരുന്നു. അപ്പം ഇന്ത്യയിൽ സ്ഥാനമുറപ്പിച്ചതിന് ശേഷം ക്രമേണയാണ് ഇന്തോനേഷ്യയിലും മലയയിലും ഇസ്ലാം മതാധിപത്യം നിലവിൽ വന്നത്. മറ്റിടങ്ങളിലെല്ലാം ബുദ്ധമതമാണ് പ്രചരിച്ചിരുന്നത്. ഇന്തോനേഷ്യയിലെ ഡച്ചുകാരും ഇന്ത്യയിലും ബർമ്മയിലും മലയയിലും ഇംഗ്ലീഷുകാരും പിന്നീട് ഇന്തോനേഷ്യയിലെ ഫ്രഞ്ചുകാരും ആധിപത്യം സ്ഥാപിച്ചതോടുകൂടിയാണ് ഇന്ത്യയും ഈ രാജ്യങ്ങളും തമ്മിലുള്ള വ്യാപാര സാംസ്കാരിക ബന്ധങ്ങൾ തകരാൻ തുടങ്ങിയത്. അതായത് പാശ്ചാത്യ നാടുകൾ, ദക്ഷിണ പൂർവേഷ്യ, ചൈന, മഡഗാസ്കർ, ആഫ്രിക്കയുടെ കിഴക്കൻ തീരത്തെ രാജ്യങ്ങൾ എന്നിവയുമായി ഇന്ത്യക്ക് ശക്തമായ വ്യാപാര സാംസ്കാരിക ബന്ധങ്ങളുണ്ടായിരുന്നു. അപ്പോൾ ഇന്ത്യയും പുറം രാജ്യങ്ങളും ചൈനയുമായുള്ള വ്യാപാരത്തിൽ ഒരു പാലമായിട്ട് പലപ്പോഴും ദക്ഷിണ പൂർവേഷ്യയിലെ രാജ്യങ്ങൾ വർത്തിച്ചു. ഇന്ത്യൻ നാഗരികതയുടെ ആഴത്തിലുള്ള സ്വാധീനം ഉണ്ടായിരുന്നെങ്കിലും വ്യത്യസ്തമായ ഒരു ഉന്നത സംസ്കാരം നേടാൻ അവർക്ക് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. നേരത്തെ മുതൽ തന്നെ ഇന്ത്യയും ദക്ഷിണ പൂർവേഷ്യയിലെ രാജ്യങ്ങളുമായി വ്യാപാരങ്ങൾ നടത്തിയിരുന്ന അറബികൾ അബ്ബാസിദ് സാമ്രാജ്യ സ്ഥാപനത്തോടു കൂടി കൂടുതൽ സജീവമായി. എന്നാൽ ഇന്ത്യൻ വണിക്കുകൾക്കും പ്രചാരകർക്കും പകരമായില്ല അറബികളെന്ന് മാത്രമല്ല, ഈ പ്രദേശത്തെ ജനങ്ങളെ ഇസ്ലാം മതത്തിലേക്ക് പരിവർത്തനം ചെയ്യാൻ അവർ പ്രത്യേക ശ്രമങ്ങളൊന്നും നടത്തിയില്ല. ഇന്നും ഈ രാജ്യങ്ങളിൽ നിലനിർത്തിയിരുന്ന വിപുലമായ മതസ്വാതന്ത്ര്യവും സഹിഷ്ണുതയും ഈ രാജ്യങ്ങളുടെ സവിശേഷതയായ സാംസ്കാരിക കൂടിച്ചേരലും അന്നും നിലനിന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ത്യയിൽ സ്ഥാനമുറപ്പിച്ചതിന് ശേഷം ക്രമേണയാണ് ഇന്തോനേഷ്യയിലും മലയയിലും ഇസ്ലാം മതാധിപത്യം നിലവിൽ വന്നത്. മറ്റിടങ്ങളിലെല്ലാം ബുദ്ധമതമാണ് പ്രചരിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇന്തോനേഷ്യയിൽ ഡച്ചുകാരും ഇന്ത്യയിലും ബർമ്മയിലും മലയയിലും ഇംഗ്ലീഷുകാരും പിന്നീട് ഇന്തോനേഷ്യയിൽ ഫ്രഞ്ചുകാരും ആധിപത്യം സ്ഥാപിച്ചതോടുകൂടിയാണ് ഇന്ത്യയും ഈ രാജ്യങ്ങളും തമ്മിലുള്ള വ്യാപാര സാംസ്കാരിക ബന്ധങ്ങൾ തകർന്നത്. അപ്പോൾ ഇത്രയാണ് നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ പറയാനുള്ളത്. ഇനി നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് വടക്കേ ഇന്ത്യ 3 സാമ്രാജ്യങ്ങളുടെ കാലഘട്ടം, അതായത് 8-ാം നൂറ്റാണ്ട് മുതൽ 10-ാം നൂറ്റാണ്ട് വരെയുള്ള കാലഘട്ടത്തെക്കുറിച്ചാണ് നമുക്ക് പറയാനുള്ളത്. നെക്സ്റ്റ് വീഡിയോയിൽ നോക്കാം. ഓക്കെ, താങ്ക് യു.